please join us. നമസ്കാരം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവമായ ദബ്കയുടെ കേൾക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ നാടക കലോത്സവമായ ദബ്കയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ നാടകത്തിൽ നിന്നാണ് സിനിമയിൽ വരുന്നത്. മിസ്റ്റർ ഡ്രാമ, അതുപോലെ തന്നെ തെരുവ് നാടകം, അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സമയം കിട്ടുന്നില്ല സിനിമയിലായതുകൊണ്ട്. ഇനിയും ട്രൈ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഞങ്ങളുടെ സിനിമ പൈങ്കിളി വാലന്റൈൻസ് ഡേക്ക് ഫെബ്രുവരി 14 തിയേറ്ററിലെത്തുകയാണ്. ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് അത്. ആവേശത്തിന് ശേഷം ചുറ്റുമാധവൻ എഴുതുന്ന സിനിമയാണ്. ഫാദുക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നു. വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഫാദുക്കയാണ്. ശ്രീജിത്രൻ ഡയറക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, മറ്റേ ആവേശത്തിലേക്ക് ഹോസ്റ്റൽ വാർഡൻ BK ശ്രീധരൻ, പുള്ളിയാണ് ഡയറക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനശ്വര, റോഷൻ, ജിസ്മ, ചന്തു, അലിജോസ് പെല്ലിശ്ശേരി, റിയാസ് ഖാൻ, അബുസലിം, അങ്ങനെ കുറെ താരനിരകൾ പടത്തിലുണ്ട്. എല്ലാവരും എന്റർടൈൻ ചെയ്യിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ അനശ്വരയോട് ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കോളേജുകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ പോയപ്പോഴുള്ള പല മുഖങ്ങളും ഇവിടെ കാണാം. ഇന്നിവിടെ MG യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവം ദബ്കെ ഇന്നിവിടെ നടക്കുകയാണ്. ഇന്നും നാളെയായിട്ട് 19ഓളം നാടകങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞാനൊരു നാടക ആർട്ടിസ്റ്റാണ്. സിനിമയിൽ എത്തുന്നതിന് മുന്നേ ഞാൻ തെരുവ് നാടകങ്ങളിലൂടെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആസ് എൻ ഒരു നാടക ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്കറിയാം, നമ്മൾ ഒരു സ്റ്റേജിൽ പോയി കളിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ എത്രത്തോളം ആവേശമാണ്, എത്രത്തോളം ഹരമാണ് നമ്മളത് കൊള്ളിക്കുന്നതെന്ന്. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ ഈ ഒരു നാടകോത്സവം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, തൻ്റെ കലയിലൂടെ, തൻ്റെ അഭിനയത്തിലൂടെ, തൻ്റെ നാടകത്തിലൂടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ, ആയിഷുമ്മയുടെ കൂടെ ഒരു വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന. അപ്പം സൈജേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ പൈങ്കിളി ഈ വരുന്ന ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് തിയേറ്ററിൽ എത്തുകയാണ്. അതിന്റെ ട്രെയിലറും പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടവർക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും, കുറച്ച് ഹൈ ആണ് പടം, കുറച്ച് എല്ലാവരും കുറച്ച് മീറ്റർ കൂട്ടി അഭിനയിച്ചേക്കുന്ന അങ്ങനെ മൊത്തത്തിലുള്ള ഒരു പടമാണ് പൈങ്കിളി. എല്ലാവർക്കും പോയിരുന്ന് ഫണ്ണായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ടൈറ്റിൽ പോലെ തന്നെ കുറച്ച് ക്രിഞ്ചും കുറച്ച് പൈങ്കിളിയൊക്കെ ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള ഒരു പടമാണ്. അപ്പൊ 14-ാം തീയതി വാലന്റൈൻസ് ഡേയുടെ അന്ന് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഇത് പടം കാണുക. ഇന്നും നാളെയും നടക്കുന്ന ദബ്കയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കും നാടക ടീമിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളിവിടെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം. എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഇവിടെ ആവേശത്തിൽ അഭിനയിച്ച, ശാന്തനായിട്ട് അഭിനയിച്ച റോഷൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. റോഷൻ ചേട്ടൻ ഞാൻ മൈക്ക് കൊടുക്കുന്നു. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പടത്തിൻ്റെ പ്രൊമോഷനായിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അല്ലാതെ നമ്മുടെ പടവും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വൈബ് പടമാണ് പൈങ്കിളി. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹലോ, നമസ്കാരം. ആദ്യമേ തന്നെ ദബ്കയ്ക്ക് എല്ലാവിധ ആശംസകളും. എനിക്ക് നാടകമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു നാടകം ചെയ്യണമെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഭീകരമായ ഒരു ഇൻട്രോവേർട്ടിക് പേഴ്സൺ ആയതുകൊണ്ട് എനിക്കതിനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഇതേപോലെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ ആരും പുറകോട്ട് വലിഞ്ഞ് നിൽക്കരുത്. ലേറ്റർ ആലോചിക്കുമ്പം അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നാതിരിക്കട്ടെ. അപ്പോൾ ഇപ്പം ആർക്കെങ്കിലും
അങ്ങനെ ടാലൻസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. ആരും പിൻവലിഞ്ഞ് നിൽക്കാതിരിക്കുക. അത്ര എനിക്ക് പറയുള്ളൂ. 14-ാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം, പ്രാർത്ഥിക്കണം. താങ്ക് യു. നമസ്കാരം. ഈ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഞാൻ ഐശ്വര്യ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. നമ്മൾ ഒരുമിച്ചൊരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്, കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട്. സലീം കുമാർ ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു പടം. പുള്ളിക്ക് അശ്വമയായിരുന്നു അതിനകത്ത് ലീഡ് റോൾ ചെയ്തിരുന്നത്. അപ്പൊ തൊട്ട് എനിക്കറിയാം. ഞാൻ കാണും. അപ്പൊ അവിടെ വെച്ചിട്ട് എനിക്കിങ്ങനെ അറിയില്ലായിരുന്നു ആരാണെന്ന് തോന്നുന്നു. ഞാൻ ചെറുതാണപ്പോ. അപ്പോ അച്ഛൻ പറഞ്ഞു എങ്ങനെ എനിക്ക് മലയാള നാടക വേദികളില് സ്ത്രീകൾ ആരും അഭിനയിക്കാനുണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം യുവതി നായികയായിട്ട് വരുന്നു. അവർക്ക് നേരെ അവരെ എതിർക്കുന്നവര്, താല്പര്യമില്ലാത്തവരൊക്കെ അതിലൊരാള് വെടിവെക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇനിയും നാടകം ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് ഐശ്വര്യ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വേദി പങ്കിടാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇവിടെ വരാൻ സാധിച്ചതില്, നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോ ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ദബ്ക എന്ന ഈ പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ ഫെബ്രുവരി 14-ാം തീയതി സിനിമ റിലീസാവാണ്. അപ്പൊ എല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഈ നാടകോത്സവത്തിന് സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.